കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നീർക്കെട്ടായിട്ട് ചെറുക്കണിച്ച് ചുമയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തുടങ്ങുവാണ്. വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്, ഒരു 4 മണി സമയത്താണ് പോകുന്നത്. നമ്മുടെ നിർമ്മല ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അവനെ കാണിക്കുന്നത്. ഇച്ചിക്കൂട്ടിനും ഇവിടെയാണ് ഉണ്ടായത്, നിർമ്മല ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മുതൽ ഇവിടെ തന്നെയാണ് അവനെ കാണിക്കുന്നത്. അമ്പിളി ഡോക്ടറെയാണ് കാണിക്കുന്നത്, പീഡിയാട്രീഷ്യൻ. ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യൂടോ. അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്പിളി ഡോക്ടർ ഇവിടുന്ന് റിസൈൻ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഡോക്ടറെ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിഷമമായിട്ടോ. എന്നുവെച്ചാൽ ഡോക്ടറായിട്ട് ഇച്ചിക്കൊണ്ടും ഭയങ്കര കമ്പനി ആയിരുന്നു, ഞങ്ങളുമായിരുന്നു ഓക്കെ ആയിരുന്നു കേട്ടോ ഡോക്ടറായിട്ട്. ഈ ഡോക്ടർ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിർമ്മല ഹോസ്പിറ്റലിൽ അമ്പ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ റിസൈൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആനിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങളത് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഡോക്ടറെ കണ്ടു, നമ്മൾ മെഡിസിനും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നിർമ്മല ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോൾ പോയാലും ആ കടയുടെ നമ്മുടെ ഹോസ്പിറ്റലിന് തൊട്ട് ഫ്രണ്ടിൽ കടയുണ്ട്, മാരിയിൽ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ചായ കുടിക്കാണ്ട് പോവത്തേ ഇല്ല കേട്ടോ. ഒരു ചെറിയ ചായ ആയാലും ഞങ്ങൾ അവിടെ കയറി കുടിച്ചിരിക്കും. പുറത്ത് ചിലപ്പോൾ പോയി ഫുഡ് കഴിക്കായിരിക്കും, എന്നാലും ഇവിടുത്തെ ഒരു ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകത്തുള്ളൂ. തുടങ്ങിയതല്ല, ഞങ്ങൾ എപ്പോൾ വന്നാലും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആ സമയത്ത് പോയാലും ഞങ്ങൾ ഇവിടെ വന്ന് ചെറിയൊരു ചായ, ചെറിയ നൈസായിട്ട് കടയും കഴിച്ചിട്ടാണ് പോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിക്കൂട്ടിനും ഭയങ്കര ഇതായിട്ടോ. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയാലും പറയും, അച്ഛേ നമുക്ക് ആ കട വേറെ കട കയറിയാലും പുള്ളി പറയും കേട്ടോ, നമുക്ക് ഈ കട കയറാം, അവിടെ പോകാൻ ഓക്കെ ആണ് കേട്ടോ. ഇവിടെ അവിടെ വന്നു, അവനത് ചായയൊക്കെ വാങ്ങിച്ചു, ചായയും ചെറുകടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ ആൾക്കിപ്പോൾ 2 ദിവസമായിട്ട് കോലുമിഠായിൽ ഭയങ്കര പിടുത്തം കൂടിയേക്കാണ്. എന്നാന്നറിയാൻ പാടില്ല, വന്നപ്പോൾ തന്നെ കോലുമിഠായി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കുഞ്ഞ് കോലുമിഠായി കയ്യിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനും ഇച്ചിക്കൂടിനോടെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ചേട്ടൻ എന്തെങ്കിലും വരുന്നുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങ് പോയില്ല, ഞാനും ഇച്ചിക്കൂടിനോട് വെയിറ്റ് ചെയ്തിരുന്നു. കിച്ചോട്ടൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. ആൾക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. പിന്നെ കുരുത്തക്കേറിന് പിന്നെ ഒരു കുറവുമില്ല. ആൾക്ക് പോകുമ്പോഴും അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട് കേട്ടോ. പുഴയിൽ വെള്ളം കയറി കിടക്കുന്ന അവനെ കാണിച്ചു കൊടുക്കുവാറുണ്ട്, വെള്ളം കയറി കിടക്കുന്നത്. വണ്ടി കയറി ഇരുന്നപ്പോൾ തന്നെ അവന് മിഠായി പൊട്ടിച്ചു വേണം കേട്ടോ. അപ്പോൾ ഞാൻ മിഠായി പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ കോലുമിഠായി ആയതുകൊണ്ട് സംശയമാണ്, ചിലപ്പോൾ എങ്ങാലും ആ കോലിൽ നിന്ന് വിട്ട് പോയി കഴിഞ്ഞാലൊന്നും വിചാരിച്ചു. അവനെ പതുക്കെ ചപ്പി കൈകിട്ടോടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ അവന് കുഴപ്പവും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല, ആൾ ഓക്കെയാണ് കേട്ടോ. രാവിലെയാണ് വൈകുന്നേരം കിടക്കാൻ നേരത്തുമാണ് അവന് ഭയങ്കര ചുമ, അല്ലാത്തിപ്പോൾ ഒന്നും അവന് വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേട്ടാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ്